ഹിന്ദുസ്ഥാൻ അഗ്രി ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിൽ വൻ തട്ടിപ്പെന്ന പരാതി. ബാങ്ക് എന്ന പേരിൽ നടത്തിയത് 50 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ്. കബളിപ്പിക്കപ്പെട്ടവരിൽ ഭൂരിപക്ഷവും സ്ത്രീകൾ. വിവരങ്ങളുമായി ഇപ്പോൾ ഷമീർ എ ചേരുകയാണ് കൊല്ലത്ത് നിന്ന്. ഷമീർ, ഏത് ഭാഗത്താണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് ഉണ്ടായിരിക്കുന്നത്? കൊല്ലത്ത് ടൗൺ കേന്ദ്രീകരിച്ചാണോ? ആരൊക്കെയാണ് ഇപ്പോൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നത്? ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി, കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നത്. കൊല്ലം ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഹിന്ദുസ്ഥാൻ അഗ്രി ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇത്തരത്തിൽ വലിയ തുക സാധാരണക്കാരായ സ്ത്രീകളിൽ നിന്നും സമാഹരിച്ച ശേഷം വലിയ രീതിയിൽ പലിശ നൽകാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നടത്തി. ആദ്യത്തെ ഒരു വർഷം വലിയ രീതിയിൽ പലിശ നൽകുകയും ചെയ്തു. പിന്നീട് 2013 ഈ കമ്പനി കൊല്ലത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇത് RBIയുടെ അംഗീകാരമുള്ള കമ്പനിയാണ്, ബാങ്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ സ്ത്രീകളെ ഇതിൽ ഏജന്റുമാരായി നിയോഗിക്കുകയും ചെയ്തത്. ഇതിനുശേഷം 2020 ഈ കമ്പനി ഇവിടെ നിന്നും പൂട്ടിപ്പോയി. ഇതിനുശേഷം ഇവർ ചെയ്തത് ഈ കമ്പനി ഹെയിൽ നിധി എന്ന പേരിൽ തമിഴ്നാട്ടിൽ വ്യാപകമായി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉടമ തിരുനെൽവേലി സ്വദേശി രാം സുദർശനാണ് ഈ തട്ടിപ്പിന് പിന്നിലുള്ളത്. രാം സുദർശൻ്റെ വീട്ടിലും രാം സുദർശൻ്റെ സ്ഥാപനങ്ങൾക്ക് മുമ്പിലും മലയാളികളായ സ്ത്രീകളെത്തി ആഴ്ചകളായി സമരം ചെയ്തപ്പോൾ അവരെ ഗുണ്ടകളെ ഉപയോഗിച്ച് വിരട്ടി ഓടിക്കുന്നൊരു സമീപനവും ഉണ്ടായി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട്, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി സ്വീകരിച്ച് 2019 ഒരു FIR രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ FIRൽ ഇയാൾ പ്രതിയാണ്, രാം സുദർശൻ പ്രതിയാണ്. അതുപോലെ തന്നെ കൊല്ലത്തെ സ്ഥാപനത്തിൽ ഇരുന്ന് പണം സ്വീകരിച്ച മാനേജർ കവിത ഇതിൽ പ്രതിയാണ്. പക്ഷേ ഇവരെ ഒന്നും തന്നെ നാളിതുവരെയായി ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും, ഒന്ന് മൊഴിയെടുക്കാൻ പോലും പോലീസ് വിളിച്ചിട്ടില്ല. വളരെ പാവങ്ങളായ സ്ത്രീകൾ, തൊഴിലില്ലാത്ത സ്ത്രീകൾ ഇതിൽ ഏജന്റുമാരായി പ്രവർത്തിച്ചു. അവരെല്ലാം വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോഴുള്ളത്. ഈ പണം, പല പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കാനുള്ള പണം പോലും ഇതിൽ നിക്ഷേപിച്ച ആളുകളുണ്ട്. പക്ഷേ രാം സുദർശൻ ഇപ്പോഴും സ്വൈരവിഹാരം നടത്തുകയാണ്. ചെന്നൈയിലാണ് ഇയാൾ ഇത്തരത്തിൽ ഈ കമ്പനി ഹെയിൽ നിധി ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ആസ്ഥാനമായി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇതേ കമ്പനി ഹിന്ദുസ്ഥാൻ അഗ്രി ലിമിറ്റഡ് എന്ന കമ്പനിയുടെ രജിസ്ട്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് പേര് മാറ്റി ഹെയിൽ നിധി ലിമിറ്റഡ് എന്ന കമ്പനി ഇപ്പോഴും ഇയാൾ ചെന്നൈയിൽ നടത്തുന്നുണ്ട്. പക്ഷേ ചെന്നൈയിലേക്ക് ആർക്കും പോകാൻ കഴിയില്ല. ഇയാൾ വലിയ സ്വാധീനമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക്, പോലീസിന് പോലും ഇയാളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഈ പണം തിരികെ വാങ്ങിക്കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കാനോ ഇതുവരെയും കഴിഞ്ഞിട്ട് പലരും വളരെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ്. ഈ ഒരു അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളത്തിൻ്റെ ഓഫീസിലേക്ക് 100-ലധികം സ്ത്രീകൾ നമ്മുടെ ഓഫീസിലേക്ക് വന്ന് ഇത്തരത്തിലൊരു സഹായം അഭ്യർത്ഥിച്ച് മറ്റു മാധ്യമങ്ങളെല്ലാം അവർ സമീപിച്ചപ്പോൾ വലിയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ വാർത്ത സംപ്രേഷണം ചെയ്യാതിരിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും അവർ നടത്തിയിട്ടുണ്ട്. എന്തായാലും 50 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ്, ഈ രേഖകൾ മുഴുവനും നമ്മുടെ പക്കലുണ്ട്. 50 കോടിയിലേറെ രൂപ ഇയാൾ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. ഹെയിൽ നിധി ലിമിറ്റഡ് എന്ന കമ്പനി കേരളത്തിൻ്റെ പല ഗ്രാമപ്രദേശങ്ങളിലും ഇപ്പോൾ പ്രവർത്തിക്കുന്നതായിട്ടുള്ള വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും തട്ടിപ്പിനിരയായതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. ലക്ഷ്മി. ഷമീർ, എത്ര ആളുകൾ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഏത് കാലം മുതലാണ് ഈ തട്ടിപ്പ് തുടങ്ങിയിരിക്കുന്നത്? തട്ടിപ്പിൽ കൊല്ലം ജില്ലയിൽ മാത്രം 100-ലധികം സ്ത്രീകളാണ് ഈ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. ഈ 100-ലധികം സ്ത്രീകളിൽ ഏതാണ്ട് 75-80ഓളം സ്ത്രീകൾ ഇതിൽ ആദ്യഘട്ടത്തിൽ അക്കൗണ്ട് ഹോൾഡറായി വരികയും പിന്നീട് ഇവർ ഏജന്റായി മാറുകയും ചെയ്തു. അതായത് ഒരു മണി ചെയിൻ മാതൃകയിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഇതിനുശേഷം ഇവർ പരിചയപ്പെടുത്തുന്ന ഓരോരുത്തരുടെയും കമ്മീഷൻ ഈ സ്ത്രീകൾക്ക് ലഭിക്കുകയും ചെയ്തു. അത് അവർ വാങ്ങുകയും ചെയ്തു. 2013 കാലഘട്ടത്തിൽ ആരംഭിച്ച കമ്പനി കോവിഡ് സമയമായതോടുകൂടി തന്നെ പണം തിരികെ കൊടുക്കാതായി, പലരും നിക്ഷേപിച്ച തുക തിരികെ കൊടുക്കാതായി. അതുപോലെ കൊല്ലത്തും തിരുവനന്തപുരത്തും പത്തനംതിട്ട ജില്ലകളിലുള്ള ആളുകൾ പണം അടയ്ക്കണമെങ്കിൽ ഏജന്റ് മുഖാന്തരം കൊല്ലത്തെ ഇവരുടെ ആസ്ഥാന കേന്ദ്രത്തിലേക്കാണ് ഈ പണം അടച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ രാം സുദർശൻ കൊല്ലത്തെത്തുകയും വലിയ മീറ്റിങ്ങുകൾ വിളിച്ചുകൂട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനുശേഷം ഇതിൽ അംഗത്വം സ്വീകരിച്ച ആളുകളെയെല്ലാം തന്നെ തിരുനെൽവേലിയിലെ ഇദ്ദേഹത്തിൻ്റെ ഫാം എന്ന രീതിയിൽ കാണിക്കാൻ വലിയ കൃഷിയിടങ്ങളിലും അഗ്രികൾച്ചർ മേഖലകളിലെല്ലാം കൊണ്ട് കാണിച്ച് തൻ്റെ സ്വത്തുക്കളാണ്, തൻ്റെ പണമാണ്
ആളാണെന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഇതിനായിട്ടാണ് ഈ പണം സ്വീകരിക്കുന്നതൊക്കെ കാണിച്ച് കബളിപ്പിക്കുകയും ചെയ്തു. പക്ഷേ വളരെ വിദഗ്ധമായി ഇയാൾ ഈ പണം മുഴുവനും ഹെയിൽ നിധി ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. 2020 കോവിഡ് സമയത്ത് ഈ കമ്പനി പൂട്ടുകയും ചെയ്തു. ഇതിനുശേഷം നിരവധി പരാതികൾ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ആളുകൾ നൽകി. പക്ഷേ ഈ പരാതി ഏതാണ്ട് 50ഓളം പരാതികൾ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതിലൊരു പരാതിയിൽ ഇയാൾ ഒരു പരാതിക്ക് മേളിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. ആ എഫ്ഐആറിൽ ഈ രാം സുദർശൻ പ്രതിയാണ്. പക്ഷേ രാം സുദർശനെ ഇപ്പോഴും ഫോണിൽ വിളിച്ചാൽ ലഭ്യമാണ്. അയാളുടെ കമ്പനിയുടെ ആളുകളെല്ലാം തന്നെ ഇപ്പോഴും ഫോണിൽ ലഭ്യമാണ്. അവർ ഇപ്പോഴും ചെന്നൈയിൽ സ്വൈര്യവിഹാരം നടത്തുന്നു. മലയാളികളായിട്ടുള്ള ആളുകൾ ഇത് ചോദ്യം ചെയ്ത് ഇയാളെ തിരുനെൽവേലിയിലെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഗുണ്ടകളെ ഉപയോഗിച്ച് സ്ത്രീകളെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അവിടെ പോലും ഈ മർദ്ദനമേറ്റ സ്ത്രീകൾ പരാതി നൽകിയിട്ട് ആ പരാതി സ്വീകരിക്കാൻ പോലും തമിഴ്നാട് പോലീസും തയ്യാറായിട്ടില്ല. എന്തായാലും വലിയ ഒരു തട്ടിപ്പ് 50 കോടി എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? എത്ര പരാതികൾ കേരളത്തിൽ കൊല്ലം പോലീസ് ആയിരിക്കുമല്ലോ, കൊല്ലം പോലീസിന് മുന്നിൽ എത്തിയിട്ടുണ്ട്? 50ഓളം പരാതികൾ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ എഫ്ഐആർ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ലഭ്യമായ എഫ്ഐആറുകളിൽ ഒന്നിൽ കൂടുതൽ എഫ്ഐആറുകൾ മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഒരു എഫ്ഐആർ മതി എന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയുമുണ്ടായി. എന്തായാലും ഇതിപ്പോൾ ഈ CJM കോടതിയിൽ ഈ കേസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പക്ഷേ നാളിതുവരെയായും ഈ രാം സുദർശനെ ഇവിടെ വിളിച്ചു വരുത്താനോ ഈ കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളായി കേരളത്തിൽ പ്രവർത്തിച്ച മലയാളികളുണ്ട്. പത്തനംതിട്ട സ്വദേശിയായ ഒരു സ്ത്രീയുണ്ട്, കവിത എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീയുണ്ട്. ഇവരെയൊക്കെ തന്നെ ഇവിടെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനോ പോലീസ് തയ്യാറായിട്ടില്ല എന്നൊരു കാര്യമാണ് ഖേദകരം. അതും സ്ത്രീകൾ വളരെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകുന്നുണ്ടോ? നമ്മൾ ചോദിച്ചിരുന്നോ പോലീസിനോട് ഇത്ര വലിയ തട്ടിപ്പ് നടന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മെല്ലെപ്പോക്ക് എന്നുള്ള കാര്യം ആരാഞ്ഞിരുന്നോ? ലക്ഷ്മി, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ എഫ്ഐആറിന് മേലുള്ള ഒരു അന്വേഷണം കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നടത്തിയിരുന്നു. ഇതിനുമേൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്ന് അന്വേഷിച്ചിരുന്നു. പക്ഷേ പോലീസ് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടിക്രമങ്ങൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മാനേജറുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തട്ടിപ്പിനിരയായ ആളുകളുടെ എല്ലാം മൊഴി പോലീസ് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ പോലും ഈ രാം സുദർശൻ എന്ന് പറയുന്ന ആൾ അയാളെ ഇതുവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ അയാൾ വിചാരിച്ചാൽ മാത്രമേ ഈ പണം ഇവർക്ക് തിരികെ ലഭിക്കുകയുള്ളൂ. പക്ഷേ അയാളെ വിളിച്ച് ചോദ്യം ചെയ്യാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നൊരു മറുപടിയാണ് കേരള പോലീസ് നൽകുന്നത്. അത് അത്യന്തം ഖേദകരമായ ഒരു കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വെളിയിൽ വരേണ്ടതുണ്ട്. ഇരയാക്കപ്പെട്ടവരുടെ പ്രതികരണങ്ങളടക്കം കൂടുതൽ വിവരങ്ങൾ ഇനിയും ഈ വിഷയത്തിൽ വരേണ്ടതുണ്ട്. ഹിന്ദുസ്ഥാൻ അഗ്രി ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിലാണ് ഇപ്പോൾ വൻ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. രാം സുദർശൻ എന്നയാളാണ് ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊല്ലത്ത് നിന്ന് ഷമീർ A.